നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 122 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ബീഹാർ നിയമസഭയിൽ ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഭരിക്കാനായി വേണ്ടത്. നിലവിൽ NDA അധികാരത്തിൽ ആണെങ്കിൽ പോലും ഐക്യ ജനതാദളിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ ഭരിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എല്ലാ അർത്ഥത്തിലും BJP അധികാരം തിരിച്ചു പിടിച്ച് മഹാരാഷ്ട്ര മോഡൽ അവിടെയും ആവർത്തിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. അതിനെയാണ് നിതീഷ് കുമാർ ആശങ്കയോടെ കാണുന്നത്. ലാലു പ്രസാദ് യാദവ് അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ മുഖ്യമന്ത്രി സ്ഥാനത്ത് വീണ്ടും തുടരാൻ കഴിയുമെന്നത്? ഒരിക്കലുമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ബീഹാറിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി നിതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. കൂടെ നിന്ന് ചതിച്ചവരാണ് BJPക്കാർ. എന്നിട്ടും പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ BJP പാളയത്തെ തള്ളിക്കളയാത്തത്. RJDയുടെ കൂടെ പോയാൽ എന്ത് കിട്ടും എന്ന വലിയ ചോദ്യം നിതീഷ് തന്നെ പല വേദികളിലായി ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുകൂടിയാണ് ലാലു മറുപടി പറഞ്ഞിരിക്കുന്നത്. RJDയുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടും. BJPയിലാണെങ്കിൽ നിങ്ങൾ കടിപിടി കൂടി സ്ഥാനമാനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഫട്നാവിസിനോട് ഷിൻഡെ ചെയ്യുന്നത് പോലെ. ഷിൻഡെ തൃപ്തനാണോ? അല്ലേ അല്ല. മുഖ്യമന്ത്രി പദവി ഫട്നാവിസിന് കൊടുത്തതിൽ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പ് ഷിൻഡെയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതുപോലെ തന്നെയാണ് BJPയുടെ താരാകിഷോർ സിംഗ് പ്രസാദിനെ മുഖ്യമന്ത്രിയാക്കാൻ BJP ഒരു കളി കളിച്ചിരുന്നു. പക്ഷേ നിതീഷിൻ്റെ ഐക്യ ജനതാദൾ ഒരിക്കലും പിന്തുണ കൊടുക്കില്ല എന്ന് അറിയിച്ചതോടെയാണ് ആ പ്രശ്നത്തിന് അവസാനം കുറിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP പറയുന്ന മറ്റ് ഹൈപ്പ് ഉണ്ട്. അതായത് ഭൂരിപക്ഷം കുറഞ്ഞാലും BJP ഇനി കൃത്യമായും NDAയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നൊരു താക്കീത്, എന്നൊരു മെസ്സേജ് ക്ലിയർ ആക്കാൻ വേണ്ടി ബീഹാറിൽ ഉടനീളം ശ്രമിക്കുന്നു. നിതീഷിനെ കേന്ദ്രത്തിൽ ക്യാബിനറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. വേണമെങ്കിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം വേണമെങ്കിൽ കൊടുക്കാം, ബീഹാറിൽ മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുക്കണം എന്ന ആവശ്യമാണ്. ഇവിടെയാണ് ലാലുവിൻ്റെ കളി ഏൽക്കുന്നത്. ലാലുവിനെ തള്ളിപ്പറയാൻ നിതീഷ് തയ്യാറാകുമ്പോഴും കൂടെയുള്ള ഐക്യ ജനതാദൾ MLA-മാരിൽ 30ഓളം പേർ ലാലു പറഞ്ഞതാണ് ശരി എന്ന വാദഗതിയാണ് ഉയർത്തുന്നത്. അവിടെയാണ് ലാലു ശരിക്കും സ്കോർ ചെയ്യുന്നത്. ഐക്യ ജനതാദളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ലാലുവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരിക്കലും ലാലു പറയുന്നതിനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ ഐക്യ ജനതാദൾ നേതാക്കൾക്ക് കഴിയില്ല. ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ള പ്രമുഖരായ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ ഉദയം ബീഹാറിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഐക്യ ജനതാദളും രാഷ്ട്രീയ ജനതാദളും ഒക്കെ വെവ്വേറെ ആയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ കർമ്മമണ്ഡലം ഒന്നു തന്നെയാണ്. BJP വളർത്തിയെടുക്കുന്ന ആശയം ഒരിക്കലും ജനതാദൾ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഐക്യ ജനതാദളും രാഷ്ട്രീയ ജനതാദളും തമ്മിൽ ഇത്രയേറെ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് പോകണം എന്ന MLA-മാരുടെ കർശനമായിട്ടുള്ള നിർദ്ദേശം അത് നിതീഷ് കുമാറിന് വെല്ലുവിളി തന്നെയാണ്.